അസ്സലാമു അലൈക്കും. നമുക്ക് നല്ലൊരു ജാമിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, 15 ഈത്തപ്പഴം കുരു കളഞ്ഞത്, കുറച്ച് വെള്ളം ഇവ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് ബീട്രൂട്ടും ഈത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്നുകൂടി നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അടിപൊളി ടേസ്റ്റിയായ ജാം റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, കമൻറ്റ് അറിയിക്കണേ.